1 കോടി രൂപയോ? ആർക്ക് വേണം നിന്റെ 1 കോടി രൂപ? അത് നിന്റെ തെണ്ടിയായ മകന് കൊണ്ട് കൊടുക്ക്. അതല്ലെങ്കിൽ ഇപ്പോഴും ദരിദ്രവാസിയായി നടക്കുന്ന നിന്റെ ഭർത്താവിന് കൊണ്ട് കൊടുക്ക്. ഞാൻ ഉദ്ദേശിച്ച കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ ജീവിതം നരകപൂർണമാക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ ഗോവിന്ദനെ അറിയിക്കും. എൻ്റെ അമ്മോ, ഒരു 1.5 ഭീഷണിയാണ് നമ്മുടെ അനാർക്കലി. ആരുടെ അടുത്ത്? നമ്മുടെ രാധികാമ്മയുടെ അടുത്ത്. അപ്പം നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അനാർക്കലിയെ കാണാനായിട്ട് നമ്മുടെ രാധികാമ്മ വന്നിരിക്കുകയാണ്, ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മയുടെ അടുത്തേക്ക് നമ്മുടെ അനാർക്കലി ചെല്ലുകയാണ്. അനാർക്കലി ആണെങ്കിൽ ആകെപ്പാടെ കലിപ്പിലാണ്. അപ്പോൾ അനാർക്കലി ചോദിക്കുകയാണ്, നീ വന്നു അല്ലേ? അപ്പോൾ എൻ്റെ ആജ്ഞ സ്വീകരിക്കാൻ നീ തയ്യാറാണ് അല്ലേ? അതുകൊണ്ടല്ലേ നീ എൻ്റെ മുന്നിലേക്ക് വരാൻ ധൈര്യം കാണിച്ചത്? അപ്പോൾ ഉടനെ രാധിക പറയുകയാണ്, നീ എന്നെ ദ്രോഹിക്കാനായിട്ട് വരരുത് അനാർക്കലി. നീ പറഞ്ഞ കാര്യം ചെയ്തു തരാൻ ഞാൻ സമ്മതമാണ്, എനിക്ക് സമ്മതമാണ് എന്ന് പറയുകയാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഏറിയാൽ 1 ആഴ്ച അതിനകത്ത് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങും. അപ്പോൾ ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ജീവിക്കണം. അതിന് വേണ്ടുന്നതെല്ലാം നീ എനിക്ക് തരണം എന്നിങ്ങനെ പറയണം. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, നീ വിഷമിക്കണ്ട, നിനക്ക് സുഖമായിട്ട് ഈ ജീവിതം മുഴുവനും, ഈ ജന്മം മുഴുവൻ ജീവിക്കാനുള്ള പണം ഞാൻ നിനക്ക് തരും. എന്താ നീ തരാൻ ഉദ്ദേശിക്കുന്നത്? 1 കോടി രൂപ. 1 കോടി രൂപ? ആർക്ക് വേണം നിന്റെ ഈ 1 കോടി രൂപ? എന്താടി നീ കരുതിയത്? 1 കോടി രൂപ അത് നിന്റെ മകനല്ലേ, ആ തെണ്ടി, അവന് കൊണ്ട് കൊടുക്ക്. അതല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഗതിക്ക് പരഗതിയില്ലാതെ നടക്കുന്ന നിന്റെ ഭർത്താവിന് കൊണ്ടുപോയി കൊടുക്ക്. അനാർക്കലിയെ വെറും 1 കോടി രൂപ തന്ന് വിലയ്ക്ക് മേടിക്കാനായിട്ടിരിക്കുകയാണോ നീ? 10 കോടി രൂപ കിട്ടണം എനിക്ക്. 10 കോടി രൂപ നീ എൻ്റെ കൈവെള്ളയിൽ വച്ച് തന്നില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ തമ്പുരാട്ടിപ്പട്ടം ഞാൻ തെറിപ്പിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ ഗോവിന്ദനെ അറിയിക്കും. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ ഞാൻ ആദ്യം കാണുന്നത് അറയ്ക്കൽ ഗോവിന്ദ് മാധവിനെയാണ്. അവനോടെല്ലാം തുറന്നു പറയും. പിന്നെ നിന്റെ അവസ്ഥയുണ്ടല്ലോ, വളരെ ദയനീയമായിരിക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രാധികാമ്മ പറയാണ്, അനാർക്കലി, നീ വെറുതെ അവിവേകമൊന്നും കാണിക്കരുത്. പണം ഞാൻ നിനക്ക് തരാം. അങ്ങനെ വരട്ടെ. തന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അപ്പോൾ ഉടനെ രാധിക പറയാണ്, ഇത്രയ്ക്ക് വൈരാഗ്യത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നാണമില്ലേ നിനക്ക് സംസാരിക്കാൻ? നീ എന്ത് തെറ്റാ എന്നോട് ചെയ്തതെന്നല്ലേ? തെറ്റുകൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി ഞാൻ പറയണോ നിൻ്റെ അടുത്ത്? രാധികാമ്മയ്ക്ക് മതിയായി. രാധികാമ്മ പറയണം, ശരി ശരി, ഇനി നമ്മൾ തമ്മിൽ ഒരു സംസാരവും വേണ്ട. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ 10 കോടി രൂപ നിൻ്റെ കൈവെള്ളയിൽ വച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ നേരിട്ടൊരു കാഴ്ച ഉണ്ടാവരുത്. നീ എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കരുത്. നിനക്കെന്ത് യോഗ്യതയാടി എന്നോട് നീ ആജ്ഞാപിക്കുന്നു? അതിനുവേണ്ടി വളർന്നിട്ടുണ്ടോ രാധികയെ നീ? നിൻ്റെ കൺമുന്നിൽ ഞാൻ വരരുതെന്ന് പറയാൻ ഞാനാരാ? നിൻ്റെ നായാണോ? ഞാൻ നിൻ്റെ നായ്ക്കുട്ടിയാണോ ഓടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മയ്ക്ക് ഏതാണ്ട് മതിയായി അനാർക്കലി വാ തുറന്നപ്പോൾ തന്നെ. പിന്നീട് രാധികാമ്മയ്ക്ക് ഒന്നും സംസാരിക്കാനില്ല. അങ്ങനെ നൈസിന് നമ്മുടെ രാധികാമ്മ പൈസ കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനാർക്കലി പറയുകയാണ്, പൈസ ഞാനിവിടെ നിന്നും ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം 10 കോടി രൂപയും. അങ്ങനെ ആ ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ രാധിക പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന വാർഡനോട് നമ്മുടെ അനാർക്കലി പറയാണ്, നിങ്ങൾ വിജയലക്ഷ്മിയുടെ ആളാണെന്നൊക്കെ എനിക്കറിയാം. ഞാനങ്ങ് പോയി കഴിയുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വിളിച്ച് പറയുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. ആരോട്? വിജയത്തിനോട്. അങ്ങനെ വിജയലക്ഷ്മിയോട് നീ വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ, അങ്ങനെ വിജയലക്ഷ്മിയോട് മാഡം വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയണം, എനിക്ക് എല്ലാവരെയും നല്ല ഓർമ്മയുണ്ടെന്ന്. അവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല. ഇവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പേടിയോടുകൂടി ഓർക്കണം എന്നെ. ഗോവിന്ദ് മാധവൻ, അവനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് നമ്മുടെ അനാർക്കലി.
നമ്മുടെ വാർഡനാണെങ്കിൽ അങ്ങ് വല്ലാണ്ട് നിൽക്കുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ നേരെ അനാർക്കലി കിടക്കുന്ന റൂമിലേക്ക് വരികയാണ്, ജയിലറയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു കൂടെ സഹതടവുകാരി ചോദിക്കുകയാണ്, അപ്പോൾ കാണാനായിട്ട് ആഗ്രഹിച്ചവരൊക്കെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പ്രധാനമായിട്ട് കാണണമെന്ന് വിചാരിച്ചവരെ കാണാൻ പറ്റിയിട്ടില്ല, അയാൾ ഇതുവരെയും വന്നില്ല എന്ന് പറഞ്ഞിട്ട് പായയുടെ അടിയിൽ നിന്ന് ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ സഹതടവുകാരി ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് ഇന്ന് കാണാൻ വന്നതെന്ന്. അപ്പോൾ ഉടനെ അനാർക്കലി പറയാണ്, എല്ലാ കാര്യങ്ങളും എന്താ ഞാൻ നിന്നോട് പറയണോ? അതല്ല, ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടല്ലോ, ഈ ഫോട്ടോയിലൊന്നുമില്ല. പിന്നെ ആ ആള് ഈ ഫോട്ടോയിലൊന്നുമില്ല. അവൻ്റെ തകർച്ച, അതാണ് എൻ്റെ ലക്ഷ്യം. അറയ്ക്കൽ ഗോവിന്ദ് മാധവ്, അറയ്ക്കൽ ഗോവിന്ദ് മാധവ്, അവനെ ഏത് വിധേനയും അവൻ്റെ നാശം, അതാണ് എൻ്റെ ഇനിയുള്ള ലക്ഷ്യം. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കാണേണ്ടതും അവനെ തന്നെയാണ്. അവൻ നിലവിളിക്കണം, വാവിട്ട് നിലവിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാർക്കലി വലിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അനാർക്കലി എന്നിട്ട് ഓർക്കുകയാണ്, നമ്മുടെ മാധവൻ നായരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഗോവിന്ദ് മാധവ് പിന്നാലെ നടന്ന് കരഞ്ഞ് നിലവിളിച്ച് പോലീസ് ജീപ്പിൻ്റെ പിന്നാലെ ഓടുന്ന ആ ഒരു കാഴ്ചയൊക്കെ എടുത്ത് കാണിക്കുകയാണ്. അതിനുശേഷമെന്ന് വെച്ചാൽ ഗീതുവും ഗോവിന്ദനും കൂടെ വിജനമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് രണ്ടുപേരും കൂടി. അപ്പോൾ ഗീതുവിനോട് ഗോവിന്ദും രണ്ടുപേരും ഭയങ്കര പഞ്ചാര കുഞ്ചുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റിസോർട്ടിൽ പോവാം എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, ഇനി എന്തിനാ റിസോർട്ടിൽ പോകുന്നത്, വീട്ടിൽ നമുക്ക് ഒരിത്തിരി നേരം സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വെച്ചാൽ നടക്കൂല. അപ്പോൾ ഗോവിന്ദ് പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഓഫീസിൽ പോവാം. പിന്നെ ഓഫീസിലങ്ങ് ചെന്ന് കൊടുത്താലും മതി, അവിടെയാണെങ്കിൽ തലപ്രാന്ത് എടുക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. എങ്കിൽ പിന്നെ നമുക്ക് റിസോർട്ടിൽ പോവാം. റിസോർട്ടിൽ എന്തെന്നും പറഞ്ഞാൽ കണ്ണേട്ടാ ചെന്ന് കയറുന്നത്, മോശമല്ലേ? അല്ല, നമ്മൾ ഇൻസ്പെക്ഷന് ചെല്ലുന്നതാണൊക്കെ പോവാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു കൂടി സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇൻസ്പെക്ഷന് ചെല്ലുന്നുള്ള രീതിയിൽ അവിടേക്ക് ചെല്ലുകയാണ്. അവരെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് മാനേജർ ഇറങ്ങി വരികയാണ്. വന്നിട്ട് രണ്ടുപേർക്കും വെൽക്കം ചെയ്യുകയാണ്, രണ്ടുപേരെയും. അപ്പോൾ ഉടനെ തന്നെ ഗീതു അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാനേജർ പറയുകയാണ്, നിങ്ങൾ വരും എന്നുള്ള കാര്യം രാധിക മാം വിളിച്ച് പറഞ്ഞിരുന്നു, രണ്ടുപേർക്കും ആവശ്യമുള്ള റൂമും കാര്യങ്ങളും ഒക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തേഞ്ഞു എന്ന് മനസ്സിലാവുകയാണ് ഗോവിന്ദനും ഗീതുവിനും. അങ്ങനെ അവർ ഞങ്ങൾ വെറുതെ വന്നതാണ്. അല്ല, മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളും വരും, നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനായിട്ട് മുറിയും ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും സെറ്റാക്കി തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയാണ്, കണ്ണേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗീതു തുള്ളിച്ചാടിക്കൊണ്ട് വണ്ടി കയറി പോവുകയാണ്. ഗോവിന്ദ് പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ മാനേജർക്ക് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി കയറി ചെന്നതിന് ശേഷം ഗോവിന്ദ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം ഗോവിന്ദ് വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു പറയാണ്, നിങ്ങളുടെ രാധികാമ്മയ്ക്കുണ്ടല്ലോ എന്താണ് സൂക്കേടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ തള്ളെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കൊല്ലും, നോക്കിക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണേ, നീ ഒന്ന് ക്ഷമിക്കുക ഗീതു. ക്ഷമിക്കാനോ? അവർക്കിത് എന്തിൻ്റെ കേടാ? അവരെന്തിനാ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിലൊക്കെ കൈ കടത്തുന്നത്? ഇതെല്ലാം കണ്ണേട്ട് അനുവദിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ആ ഒരു ഇതും കഴിഞ്ഞു. നമ്മൾ ഒരുമിച്ച് ചേരണമെന്ന് ആഗ്രഹിക്കുന്നിടത്തൊക്കെ ഇവരിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഗീതുവായിട്ട് വണ്ടിയിൽ വെച്ച് ഗോവിന്ദ് ഗീതുവിനെ തണുപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് ഗീതുവിനോടൊരു കിസ്സൊക്കെ ആവശ്യപ്പെടുകയാണ്. ഗീതു ഒന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഗീതു പറയാണ്, രാധികാമ്മയല്ല, ഇനി അപ്പുറത്ത് ആര് വിചാരിച്ചാലും ഞാൻ കണ്ണേട്ടൻ്റെ അടുത്ത് സമയം ചിലവഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നടത്തിയേ അടങ്ങൂ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയണം, അതാണ് ഗീതു, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. എൻ്റെ വീട്ടിലാകുമ്പോൾ ഇപ്പോൾ അവിടെ ആരുമില്ല. വിനോദ് ഹോസ്പിറ്റലിൽ അമ്മയ്ക്കൊപ്പമാണ്, പ്രിയമോള് നമ്മുടെ വീട്ടിലാണ്, അച്ഛനും ഹോസ്പിറ്റലാണ്. അപ്പോൾ പിന്നെ വീട് അവിടെ ഫ്രീ ആയിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ ഗോവിന്ദ് സമ്മതിക്കുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഗോവിന്ദ് പറയണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ മുറിക്കകത്തേക്ക് കയറും? അത് കണ്ണേട്ടം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൻ്റെ താഴെ അവിടെ ഒരു ചവിട്ടിയുണ്ട്, ആ ചവിട്ടിയുടെ അടിയിലാണ് സാധാരണ അവിടെ താക്കോല് വെക്കുന്നത്, നമുക്ക് അവിടെ കയറി എടുത്തിട്ട് പോകാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്.
അങ്ങനെ അതേസമയം നമ്മുടെ ഗീതു മനസ്സിൽ വിചാരിക്കണേ എന്തായാലും ഈ രാധികാമ്മയെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഞാൻ ചെയ്യും നോക്കിക്കോ, ഇത് വല്ലാത്തൊരു സൂക്കേട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഭദ്രനും രാധികയും തമ്മിൽ കാണുകയാണ്. അങ്ങനെ ഭദ്രനോട് രാധികാമ്മ പറയുകയാണ്, നീയാണ് ഭദ്ര മാധവേട്ടൻ്റെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുത്തതെല്ലാം നീയാണ് ഭദ്ര. അതുകൊണ്ട് നീ ജയിലിൽ പോയിട്ട് അനാർക്കലിയെ കാണണം, എന്നിട്ട് ആ തട്ടിപ്പുകൾ മുഴുവനും നടത്തിയത് നീ തന്നെയാണെന്ന് സമ്മതിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഭദ്രൻ പറയണ ഹാ 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 ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ രാധികാമ്മ തട്ടിയെടുത്തതിൻ്റെ പകുതി പോലും സ്വത്തുക്കൾ ഞാൻ തട്ടിയെടുത്തില്ലെന്ന് എനിക്കിപ്പം തീർത്തും ബോധ്യമായി. കാര്യം എന്താണെന്നറിയാമോ, രാധികാമ്മ ഒന്നും തട്ടിയെടുത്തിട്ടില്ലെങ്കിൽ രാധികാമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ, ഇതിപ്പോൾ എന്നേക്കാളും ടെൻഷൻ രാധികാമ്മയ്ക്കാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഭദ്രൻ പറയുകയാണ്, അതിന് വെച്ച വെള്ളം രാധികാമ്മ അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നിങ്ങനെ പറയണം. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് കേൾക്കുന്നില്ല, തൊട്ടടുത്തോട്ട് മാറിയിട്ട് ഇങ്ങനെ വരുണുണ്ട്. വരുൺ ചിന്തിക്കുകയാണ്, ഇവർക്കിടയിൽ എന്താ ഒരു രഹസ്യം, എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അമ്മയ്ക്ക് ഞാൻ അറിയാതെയുള്ള, അതെന്താണെന്ന് എങ്ങനെയാ ഒന്നറിയുക എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ വിനോദ് നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ രാധികാമ്മ പറയണം, ഭദ്ര വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്, ഞാൻ ആരുടെയും സ്വത്തുകളൊന്നും അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തുകൾ ഞാൻ എന്തിനടിച്ചു മാറ്റണം. ഹോ രാധികാമ്മ അതേക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട, എനിക്കും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പക്ഷേ എനിക്ക് ഇത്രയും നാളും പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ കരുതിയത് ഗോവിന്ദൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവനും ഞാനാണ് അങ്ങേരെ പറ്റിച്ചതെന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ കൂടുതൽ പറ്റിച്ചിട്ടുള്ളത് രാധികാമ്മയാണെന്ന്. അതുകൊണ്ടല്ലേ രാധികാമ്മയ്ക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രാധികാമ്മ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയാണ്. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്, കാരണം ചുമ കാരണം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.